നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹാജരാകാൻ കൂടുതൽ സമയം ചോദിച്ച് എം മണി സമർപ്പിച്ച അപേക്ഷ പോലീസ് തള്ളി. അറസ്റ്റിന് നീക്കം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സെറ്റോ നേതൃത്വത്തിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ സംഘടിപ്പിക്കും. നടുക്കണ്ടം സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സിപിഎം മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി എം മണി ഇന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായില്ല. പകരം മണിയുടെ അഭിഭാഷകനാണ് എത്തിയത്. ഹാജരാകുന്നതിന് 10 ദിവസത്തെ സമയം ചോദിച്ച അഭിഭാഷകൻ അപേക്ഷ നൽകിയെങ്കിലും പോലീസ് നിരസിച്ചു. സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി എം മണി ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. വിവാദ പ്രസംഗത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. മണി ഹാജരാകുമെന്ന പ്രതീക്ഷയിൽ 500 പോലീസുകാരുടെ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. വൻ മാധ്യമപ്പടയും തമ്പടിച്ചിരുന്നു. എന്നാൽ 10 മണിയോടെ മണിയുടെ അഭിഭാഷകരാണ് എത്തിയത്. എഫ്ഐആർ റദ്ദാക്കണമെന്ന എം മണിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുകയാണെന്നും ഹാജരാകാൻ 10 ദിവസത്തെ സമയം കൂടി അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ച് അഭിഭാഷകൻ അപേക്ഷ സമർപ്പിച്ചു. SP പി പ്രകാശിനാണ് അപേക്ഷ കൈമാറിയത്. ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച സമയത്തും ഹാജരാകുന്നതിന് സാവകാശം ആവശ്യപ്പെട്ട് മണിയുടെ അഭിഭാഷകൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അന്വേഷണം തുടരുമെന്നും കൂടുതൽ സമയം അനുവദിക്കുന്ന കാര്യം അന്വേഷണ സംഘം തീരുമാനിക്കുമെന്നുമാണ് തൊട്ടുപിന്നാലെ SP പ്രകാശ് വ്യക്തമാക്കിയത്. അപേക്ഷ നൽകിയിട്ടുണ്ട്, പക്ഷേ അന്വേഷണം തുടർന്നു പോകും. അപ്പോൾ എന്താ ചെയ്യാനുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഇത് ഏതായാലും അപ്പോൾ അന്വേഷണം അത് തുടർന്നു പോകും. അദ്ദേഹത്തെ ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. അന്വേഷണ ഭാഗം നടന്നുകൊണ്ടിരിക്കും. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും ആലോചിക്കാം. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അന്വേഷണം സഹകരിക്കാം. 10 ദിവസം കഴിഞ്ഞ് ഹാജരാകാൻ പറ്റും അദ്ദേഹം പറഞ്ഞിരിക്കുക. 10 ദിവസം കഴിഞ്ഞിട്ട് ഹാജരാകാൻ സമ്മതിച്ചിരിക്കുക. പക്ഷേ ഇത് സുപ്രീം കോടതി പോകുന്നവരെ അവധി ചോദിച്ചിരിക്കുക. അപ്പോൾ അതിനെ ഞങ്ങൾ കരുതുന്നുണ്ട്. ഇപ്പം അതൊന്നും ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അത് എനിക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. തുടർന്ന് റെസ്റ്റ് ഹൌസിൽ അന്വേഷണ സംഘത്തലവൻ IG പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മണിയുടെ അപേക്ഷ തള്ളാൻ തീരുമാനിച്ചു. അറസ്റ്റ് തീരുമാനം സംബന്ധിച്ച് IG മാധ്യമങ്ങൾക്ക് വ്യക്തമായ സൂചനയും നൽകി. ഇവിടെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയോട് ഹാജരാവാൻ ഞങ്ങൾ 1 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോവുകയാണെന്നും ഹാജരാകാൻ കഴിയില്ല എന്നും പറഞ്ഞ് മറുപടി തന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹം ഹൈക്കോടതിയിൽ പോലീസ് സമ്മൺ ചെയ്തതിനെതിരെ പോലും ഹൈക്കോടതിയിൽ പോയിരുന്നു. FIR റദ്ദാക്കാനും പോയിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഹൈക്കോടതി നിരസിക്കുക മാത്രമല്ല, പോലീസിന്റെ നടപടികൾ ശരിയാണെന്ന് പറയുകയും ഈ കേസിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇൻവെസ്റ്റിഗേഷൻ അനിവാര്യമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹത്തോട് ഹാജരാവാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇന്ന് അദ്ദേഹം അന്വേഷണത്തിന് ക്വസ്റ്റനിങ്ങിന് ഹാജരായിട്ടില്ല, ഇന്റർവ്യൂഷന് ഹാജരായിട്ടില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും കോടതിയിൽ പോകാനായിട്ട് സമയം കൊടുക്കുന്നതിന് ഒരു നിയമവ്യവസ്ഥയില്ല. അത് കോടതിയിൽ ആർക്കുകൂടി എപ്പോൾ എവിടെ പോകാം. പക്ഷെ അതിനുവേണ്ടി സമയം ചോദിച്ചുകൊണ്ട് കേസിന്റെ അന്വേഷണം അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതൊരു സമയപരിധിക്കുള്ളിൽ തീർക്കേണ്ട പ്രക്രിയയാണ്. ഇപ്പം തന്നെ വളരെ പഴക്കമുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വ്യക്തി പോലീസിനും കേസിന്റെ അന്വേഷണ ഭാഗമായിട്ട് സഹകരിക്കാതിരിക്കുകയും വീണ്ടും സമയം ആവശ്യപ്പെടുകയും ചെയ്താൽ അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് നിയമത്തിൽ വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകൾ പോലീസിന് ചില അധികാരങ്ങൾ തരുന്നുണ്ട്. ഈ അധികാരങ്ങൾ അതിന്റെ സമയത്തും അതിന്റെ രീതിയിലും അതിന്റെ ശരിയായ സമയത്തും ശരിയായ രീതിയിലും പോലീസ് ഉപയോഗിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. അത്ര എനിക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, പോലീസിന് ഈ കാര്യത്തിൽ നിയമം അനുവദിക്കുന്ന ചില അധികാരങ്ങളുണ്ട്. അത് അതിന്റെ സമയത്ത് അതിന്റെ രീതിയിൽ പോലീസ് ഉപയോഗിക്കും. പോലീസുമായി ഏറ്റുമുട്ടലിനില്ലെന്നും ആവശ്യപ്പെട്ടാൽ മണി ഹാജരാകുമെന്നും പിന്നീട് പാർട്ടി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ MLA പ്രതികരിച്ചു. അറസ്റ്റ് നടന്നാൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ CPM ആലോചിക്കുന്നതായാണ് വിവരം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജൂലൈ 3 അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്ന് സെറ്റോ ചെയർമാൻ കോട്ടാത്തല മോഹനൻ. വൈകിട്ട് 4 താലൂക്ക് ആസ്ഥാനങ്ങളിലാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. സെറ്റോയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു കൂട്ടായ്മ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു കൂട്ടായ്മ, സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ
ആ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മാത്രമല്ല, ഇതിപ്പോ തൊടുപുഴയിൽ നിന്ന് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം, എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഇപ്രാവശ്യം തൊടുപുഴയിൽ വെച്ച് നടക്കുന്നതായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ വെച്ച് പത്രസമ്മേളനം നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു പരിപാടിയാണ് സെറ്റോയുടെ. അപ്പൊ നാളെ കേരളത്തിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഈ കൂട്ടായ്മ നടക്കുക, കൊലപാതക രാഷ്ട്രീയ. നിങ്ങൾക്കറിയാം, എൻ ജി ഒ അസോസിയേഷനും സെറ്റോയും ഒക്കെ വെറും സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവിനും സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ, അവകാശ സമരങ്ങളിൽ മാത്രമല്ല, തീർച്ചയായും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുകയും നികുതിദായകരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. തൊടുപുഴ നഗരസഭയുടെ പഞ്ചവത്സര പദ്ധതി രൂപീകരണവും വാർഷിക പദ്ധതി രൂപീകരണവും സംബന്ധിച്ച് പരിശീലന പരിപാടി നടന്നു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കില ജില്ലാ കോർഡിനേറ്റർ കോശി, ഡോക്ടർ സാബു വർഗീസ് എന്നിവർ ക്ലാസ് നയിച്ചു. ഇവിടെ ഒരു വികേന്ദ്രീകരണ ആസൂത്രണവും അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണവും നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാര വികേന്ദ്രീകൃത ആസൂത്രണവും ഇപ്പൊ പങ്കാളിത്ത ആസൂത്രണം നമ്മൾ പറയില്ലേ. അപ്പൊ പങ്കാളിത്ത ആസൂത്രണ പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ, അനുവാദവും. പങ്കാളിത്ത ആസൂത്രണത്തിലൂടെ പറഞ്ഞാൽ പലരും തന്നെ എന്താണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അനൗപചാരികമായ ആസൂത്രണ സംവിധാനമാണ് ഏത് വർഗീയപ്പ് എന്ന് പറയുന്നത്. ജനപങ്കാളിത്തത്തിന്റെ ഭാഗമല്ലേ അത്. അവിടുത്തെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ ആരായിരിക്കും? എക്സ്പെർട്ടില് ജനപ്രതിനിധി അല്ലാതെ നാട്ടിലുള്ള ഒരു വിദഗ്ധനായിരിക്കും ആ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ. അപ്പോൾ പങ്കാളിത്ത ആസൂത്രണം നാളെ ഗ്രാമസഭ വരും, അല്ലെങ്കിൽ വാർഡ് സഭ വരുന്നു. സംസ്ഥാനത്തിലൊക്കെ എന്റെ സംസ്ഥാനത്തിലൊക്കെ പഞ്ചായത്തുകളെ സംബന്ധിച്ചുള്ള വാർഡ് മെമ്പറൊന്നും അതുപോലെ തന്നെ ഗ്രാമസഭയിലൊക്കെ പെട്ടെന്ന് 4 പേരുള്ളൂ. കാരണം മുനിസിപ്പാലിറ്റി കട്ടില്ലാത്ത പ്രവർത്തികൾ മുഴുവനും നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് 53 സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകൾ. നടുക്കണ്ണം സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫാണ് ഉദ്ഘാടനം ചെയ്തത്. കെ ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു. ആർ ഹരി, നെറ്റ്സി കുര്യാക്കോസ്, എം എസ് രാജൻ എന്നിവർ സംസാരിച്ചു. തൊടുപുഴയില് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ടുപോയി ആളുകൾ തള്ളുന്ന ഒരു പ്രദേശമായി നമ്മുടെ നടുക്കണ്ടത്തിന്റെ പരിസര പ്രദേശമായി മാറി. നമ്മുടെ ചുങ്കത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ബൈപ്പാസ് റോഡിന്റെ സൈഡിലും ഈ അടുത്ത നാളില് നമ്മുടെ കോലാനി സ്കൂളിന്റെ ഫ്രണ്ടിലുമൊക്കെ അതിന് കുറെ നാൾ മുമ്പ് കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് നമ്മുടെ കനാൽ തീരത്തുമൊക്കെ ഇട്ട സംഭവം നിങ്ങളുടെ മനസ്സിലിപ്പോ ഉണ്ട്. ഇതാരാണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ കഴിയുന്നത് നമുക്ക് ഇവിടെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അല്പം ബുദ്ധിമുട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്പം ഉറക്കുളയ്ക്കേണ്ടതൊക്കെ വരും. അപ്പൊ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചതുകൊണ്ട് അതിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ കൊണ്ടുപോയി തള്ളുന്ന ആളുകളെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുകയും അവരുടെ പേരിൽ തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അഖില തിരുവിതാംകൂർ മലയാര മഹാസഭ സ്ഥാപകൻ രാമൻകുട്ടി മുടങ്ങനാടൻ പുള്ളിൽ അനുസ്മരണം ജൂലൈ 4 രാവിലെ 10 ഇന്ദിര റീജൻസിയിലാണ് ചടങ്ങ്. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ നേതാക്കളായ എം ജി ഭാസ്കരൻ, കെ ആർ ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. അനുസ്മരണ സമ്മേളനം സ്വാഗതം അധ്യക്ഷൻ ശ്രീ കെ ആർ ജനാർദ്ദനൻ, ATM പ്രസിഡന്റ്, ഉദ്ഘാടനം ശ്രീ രാമൻ രാജമന്നാൻ, കോവിൽമല രാജാവ്, ആമുഖ പ്രഭാഷണം ശ്രീ എം ജി ഭാസ്കരൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ, സ്വാഗത സംഘം കൺവീനർ, മുഖ്യ പ്രഭാഷണം ശ്രീ കെ മുരളീധരൻ നായർ, പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് കൊടയത്തൂർ. കുടുംബാംഗങ്ങളെയും സമകാലികരെയും ആദരിക്കൽ ആശംസകൾ ശ്രീമതി പുഷ്പ വിജയൻ, എളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി ഉഷ വിജയൻ, ബ്ലോക്ക്
വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് കൊടയത്തൂർ ശ്രീ പ്രസാദ് രാമകൃഷ്ണൻ, മെമ്പർ ഗ്രാമപഞ്ചായത്ത് കൊടയത്തൂർ, ശ്രീമതി ബിന്ദു അജയഘോഷ്, മെമ്പർ ഗ്രാമപഞ്ചായത്ത് കൊടയത്തൂർ, ശ്രീ കെ പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് ATMM, ശ്രീ എം കെ സിജു, പ്രസിഡന്റ് MAYA, ശ്രീമതി സരസ്വതി എം മോഹൻദാസ്, പ്രസിഡന്റ് MA, ശ്രീ CK ശശിധരൻ, പ്രസിഡന്റ് എംപ്ലോയീസ് ആൻഡ് ഫെഡറേഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ, ശ്രീ EB സിബിൽ, മെമ്പർ ഗ്രാമപഞ്ചായത്ത് പെരുവന്താനം, ശ്രീ PS മോഹൻദാസ്, ഖജാൻജി ATMM, ശ്രീ KK രാജൻ, ചെയർമാൻ തൊടുപുഴ മേഖലാ കമ്മിറ്റി, ശ്രീ CM പരമേശ്വരൻ തുടങ്ങിയവ. ഇത്രയുള്ള പ്രോഗ്രാം. കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് രാജീവ് ഭവനിൽ ചേരും. ബിസിനസ് വാർത്ത. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഗുണശീലൻ ബിൽഡിംഗിൽ ക്യാമ്പസ് 2 എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. പുത്തൻ തലമുറ മൊബൈൽ ഫോണുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെയുള്ളത്. ഗാന്ധി സ്ക്വയറിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ക്യാമ്പസിന്റെ സഹോദര സ്ഥാപനമാണ്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R രമേശ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹാജരാകാൻ കൂടുതൽ സമയം ചോദിച്ച് MM മണി സമർപ്പിച്ച അപേക്ഷ പോലീസ് തള്ളി. അറസ്റ്റിന് നീക്കം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സെറ്റോ നേതൃത്വത്തിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ സംഘടിപ്പിക്കും. നടുക്കണ്ടം സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.